സിദ്ദിഖിനായി കൊച്ചിയിലോ പരിസരങ്ങളിലോ പോലീസ് തിരയുന്നതായി ഒരു വിവരവും കിട്ടിയിട്ടില്ല. സിദ്ദിഖിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ബിസിയാണ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ബിന്നിലും രാഗിനും ചേരുന്നുണ്ട്. ബിന്നിൽ, ഈ കൊച്ചിയിലെ 2 വീടുകളുടെ പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരോ മറ്റോ ഉണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗമായി പോലീസ് എത്തിയിട്ടുണ്ടോ? ഈ കൊച്ചിയിൽ എവിടെയാണ് സിദ്ദിഖിന് വേണ്ടി തിരയുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമാണ്? മോത്തി, പോലീസിന്റെ നടപടിയിൽ, അതായത് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷവും കൃത്യമായ തിരച്ചിലുകൾ നടത്തുന്നില്ല എന്നത് വലിയ ആരോപണമായി വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. പക്ഷേ അല്പം മുമ്പ് സിദ്ദിഖിന്റെ ആലുവയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരുന്നു. പോലീസ് സംഘം എത്തിയപ്പോൾ ഗേറ്റ് അടഞ്ഞ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായ ഒരു പടമുകളിലെ വീട്ടിലേക്ക് കൂടി അല്പസമയത്തിനകം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി 24 മണിക്കൂറും കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ പോലീസ് ഒന്ന് ഉണർന്ന് ഇപ്പോൾ ഒന്ന് അനങ്ങി തുടങ്ങിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ മാത്രമാണ്, ഇപ്പോൾ ഒരു പേരിന് മാത്രമാണ് എങ്കിൽ പോലും ഒരു പരിശോധനയിലേക്ക് സിദ്ദിഖിന്റെ വീട്ടിലെത്തി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധനയിലേക്കുള്ള ഒരു നീക്കം തുടങ്ങി വെച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ മാത്രമാണ്. ഇന്നലെ രാവിലെ കോടതി ഉത്തരവ് വരുന്നതുവരെ സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ കൊച്ചി നഗരത്തിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സിദ്ദിഖ് പുറത്തേക്ക് പോയിരിക്കുന്നത്. സുഹൃത്തുക്കളുടെ കാറിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നതാണ് മനസ്സിലാകുന്നത്. സുപ്രീം കോടതിയിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഹർജി ഫയൽ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ നീക്കം നടത്തുന്നത്. സുപ്രീം കോടതിയിൽ ഹർജി വെള്ളിയാഴ്ചയെങ്കിലും ലിസ്റ്റ് ചെയ്യിപ്പിച്ച് ബെഞ്ചിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ ഒളിവിൽ കഴിയുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു തിരച്ചിലോ മറ്റോ നടത്താത്തത് സിദ്ദിഖിന് ഗുണമായി മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം സിദ്ദിഖിന് വലിയ വെല്ലുവിളിയൊന്നും നേരിടാതെ തന്നെ ഒളിവിൽ കഴിയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി സിറ്റി പോലീസോ എറണാകുളം റൂറൽ പോലീസോ ഇതിൽ SITയുടെ നിർദ്ദേശമില്ലാത്തതിനാൽ അവരുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ശരി, പിന്നിൽ രാഗിൻ തുടരുന്നുണ്ട് പടമുകളിലെ വീടിന് മുന്നിൽ നിന്നും. രാഗിൻ, ഈ 2 വീടുകളിലും ആരും അന്വേഷണത്തിന് ഇതുവരെ എത്തിയില്ല. ഇനി വരികയേ ഉള്ളൂ എങ്കിൽ എന്തുകൊണ്ടാണ് ഈ അന്വേഷണം നടത്താത്തത്? അങ്ങനെ ഒരാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കാണാനില്ല എങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട, അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷിക്കേണ്ടതല്ലേ? പക്ഷെ പോലീസ് സംഘം ആരും തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഈ ലിമിറ്റിലുള്ള പോലീസ് സംഘവുമായി ബന്ധപ്പെട്ട് നോക്കി, പക്ഷെ അത്തരത്തിലൊരു വിവരം SITയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പോലീസ് സേന വ്യക്തമാക്കുന്നത്. അതേസമയം ആലുവയിൽ അല്പസമയം മുമ്പ് പോലീസ് എത്തി, പക്ഷെ ആ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ ഇത്തരത്തിലുള്ള ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിച്ച് വിധി തരുന്ന ഘട്ടത്തിൽ ഇതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾ എവിടെയാണ് എന്ന് നിരീക്ഷിച്ച് വെക്കേണ്ട ഒരു ചുമതല SITയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം ഒട്ടനവധി വെളിപ്പെടുത്തൽ വന്നു. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ SIT രൂപീകരിച്ചു. അതിൽ പലതരത്തിലുള്ള കേസുകൾ എടുത്തു. മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുകൾ എടുത്തു. അതിൽ പല കേസുകളിലും ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന നിലയാണ് ഉണ്ടായത്. അന്ന് തന്നെ ചില വിമർശനങ്ങൾ പോലീസിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. രാഗിനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും. 2 വീടുകളിലും ആളില്ല, പൂട്ടിക്കിടക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം കൊച്ചി പോലീസിനോട് യാതൊരു തരത്തിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിലും അതങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒരു രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾ നൽകുക എന്നൊക്കെ പറയുന്നത് പോലെയാണോ ഇതെന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.